പാർലമെന്റിലും രാജ്യസഭയിലും എത്ര സീറ്റുകളാണ് വിശ്വകർമ്മജന് നാളിതുവരെ നൽകിയിട്ടുള്ളത്? ഓരോ വ്യക്തികളും പറയും. അപ്പോൾ ഈ നാടിനെ വീടാക്കി, നാടാക്കി, നഗരമാക്കി, കോട്ടകൊത്തളങ്ങൾ ഉണ്ടാക്കി, മണിമാളികകൾ പടുത്തുയർത്തി. അതാ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്നാൽ ആ അറച്ചുള്ളിലുള്ള തട്ടാന്റെ കൈവിരുതിന്റെ ശക്തി എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പൂട്ടിവെക്കേണ്ട കാര്യമില്ല. അത് സുപ്രീം കോടതിയുടെ നടപടിയിലേക്കാണ് ഉള്ളത്. അത് അനന്തപത്മനാഭൻ പറഞ്ഞ ഒരു കാര്യമാണ്. അത് എടുത്തു മാറ്റിക്കൊള്ളൂ. അതിനാണ് പുറത്തു വേണ്ടി കാണിച്ചു കൊടുത്തിട്ടുള്ളത്. നാളിതുവരെ അത് പുറത്തു വന്നിട്ടില്ല. അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം. മ്യൂസിയം ഉണ്ടാക്കി ജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി അത് തുറന്നു കൊടുക്കണമെന്നാണ് ഒരു വിശ്വകർമ്മജനായ എന്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന വിശ്വകർമ്മജരെ, നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ കെട്ടിടത്തിന്റെ വർക്കോ മറ്റ് പണികളോ ചെയ്യുമ്പോൾ വീണ് മരണപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ നിങ്ങൾ കിടപ്പിലായി പോയാൽ, നിങ്ങൾക്ക് ആരും തന്നെ വന്ന് 5 പൈസ തരാനോ സഹായിക്കാനോ സർക്കാരില്ലാത്ത ഒരവസ്ഥയാണ് വിശ്വകർമ്മജന്റെ അവസ്ഥ. ഏകദേശം 60 ലക്ഷം വരുന്ന വിശ്വകർമ്മജന്റെ വോട്ട് പല രാഷ്ട്രീയ പാർട്ടികളും ജൈവവളമായി ഉപയോഗിച്ചുകൊണ്ട് അവർ തഴച്ചു വളരുകയാണ്. ഈ വരുന്ന നിയമസഭാ ഇലക്ഷന് നിങ്ങൾ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന വിശ്വകർമ്മജരുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പുനഃപരിശോധിക്കണം. പുനഃപരിശോധിച്ച് ഈ ഇലക്ഷനെ ബാലറ്റ് യുദ്ധത്തിലൂടെ നിങ്ങൾ കാണേണ്ടതായി ഉണ്ട് എന്ന് ഞാൻ അഭിപ്രായപ്പെട്ടുകൊണ്ട് എൻ്റെ ഈ യോഗം ഇവിടെ അവസാനിക്കുന്നു. തുടർന്ന് അടുത്തതായി എൻ്റെ ഒരു ചെറിയ കഥാപ്രസംഗമാണ്. ഞാൻ ആദ്യമായിട്ട് കഥ പറയാൻ വേണ്ടി വേദിയിലേക്ക് കാൽവച്ചിരിക്കുകയാണ്. കൊച്ചുകുട്ടികൾ വളരെയധികം, കൊച്ചുമക്കൾ ഒരുപാട് ഡാൻസ് നൃത്തങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വേദിയാണ് ഈ സ്റ്റേജ്. അതുപോലെ പല സാഹിത്യകാരന്മാർ, പല എഴുത്തുകാർ, നമുക്ക് വളരെ കാലം മുൻപ് പ്രശസ്തരായ കാഥികർ, പലതരത്തിലുള്ള പല പ്രശസ്തരായ നാടക ട്രൂപ്പുകൾ, പല രാഷ്ട്രീയ നേതാക്കൾ, പല മന്ത്രിമാർ നിന്ന് ഓരോ പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ഒരു പരിപാവനമായ ഈ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ഒരു കഥ പറയുവാൻ എനിക്ക് അവസരം നൽകിയ സാക്ഷാൽ ശ്രീ വിരാട് വിശ്വബ്രഹ്മാവിനോട് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും ആദരവും അറിയിച്ചു കൊള്ളുന്നു.